അങ്ങനെ ഞായറാഴ്ച വന്നെത്തി കേട്ടോ. അപ്പോഴത്തേക്ക് ഞായറാഴ്ച എനിക്ക് ജോലിക്ക് പോകണം. അപ്പം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. അപ്പോൾ റെഡിയായിട്ട് റോഡിലോട്ട് നടക്കുവാണ്. എൻ്റെ വണ്ടിയാണെങ്കിൽ മുകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ റോഡിൽ. അപ്പോൾ ഈ വഴി മുമ്പ് ഭയങ്കര മോശം വഴിയായിരുന്നു, ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. എന്നാലും എനിക്ക് ഈ ഇറക്കം ഇറങ്ങി വരാൻ പേടിയായതുകൊണ്ട് ഞാൻ വണ്ടി ഇപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്ന റോഡിൽ. അപ്പോൾ ഞാൻ വണ്ടിയുടെ അടുത്ത് എത്താറായി. അപ്പോൾ എൻ്റെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾ നേരത്തെ കൊണ്ട് എൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോവുകയാണേ. അങ്ങനെ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനാണ് ആദ്യം വന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മളെ കടയൊക്കെ തുറന്നു, നമ്മുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പണികളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നും. പക്ഷെ നമുക്കത് ചെയ്ത് അത് നമ്മുടെ ലൈഫിലൊരു റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം അങ്ങനെയുള്ളതൊരു സ്പീഡപ്പായിട്ട് ഡെയിലി അങ്ങ് പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഒരു ഫുൾ വീഡിയോ ആയിട്ടിട്ട് നിങ്ങൾക്ക് എന്നതൊരു മടുപ്പായിട്ട് തോന്നാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് പിടിപ്പത് പണിയുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കുറേ മരുന്നുകളൊക്കെ അടുക്കിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അടുക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ ഒതുങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പാത്രത്തിൽ 2 പാത്രം ഉണ്ടല്ലോ, ഒന്ന് കാപ്പിയും ചോറുമാണ് കേട്ടോ. അപ്പോൾ ഒന്നിൽ ഇഡ്ഡലിയും ഒരെണ്ണത്തിൽ ചോറുമാണ്. സാധാരണ മിക്കവാറും 2ലും ചോറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പം ഇഡ്ഡലി കഴിക്കാം, പിന്നീട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോയിലുള്ള തെറ്റുകളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ മിസ്റ്റേക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.